ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൺ. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് സ്റ്റൈൽ റാവുത്തർ ചിക്കൻ ബിരിയാണിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ജീരകശാല അരി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, കസ്കസ്, ജീരകം, ബേ ലീഫ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ചെറിയുള്ളി ചതച്ചത്, വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ നെയ്യ്, തക്കാളി അരച്ചത്, വലിയുള്ളി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ചിക്കൻ മാരിനേറ്റ് ചെയ്തത്, മല്ലിയില, പുതിനയില കട്ട് ചെയ്തത്. ചിക്കൻ മാരിനേഷൻ: കഴുകി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീർ ചില്ലി 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം പുളിയില്ലാത്ത തൈര് ചേർത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കുക. ബിരിയാണി പോട്ട് വെച്ചതിന് ശേഷം ശുദ്ധമായ നെയ്യ് ചേർത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്തെടുക്കുക. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ വറുത്ത് കോരിയെടുക്കുക. അതേ പോട്ടിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, ജാതിപത്രി, കസ്കസ്, പെരുംജീരകം, ജീരകം അതിലേക്കിടുക. അതിനുശേഷം സവോള അരിഞ്ഞത്, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിയില അരിഞ്ഞത്, തക്കാളി അരച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം 50 ഗ്രാം ബിരിയാണി മസാല ചേർക്കുക. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തത് കൊണ്ടാണ് 50 ഗ്രാം ബിരിയാണി മസാല ചേർത്തത്. നിങ്ങൾ എത്ര കിലോ ചിക്കൻ എടുക്കുന്നുവോ അതിനനുസരിച്ച് വേണം മസാല എടുക്കാൻ. നല്ലപോലെ മസാല ഇളക്കിയതിന് ശേഷം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് മിക്സാക്കുക. തിളയ്ക്കുമ്പോൾ 1 നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക. തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിനു ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്കിട്ട് യോജിപ്പിക്കുക. ചിക്കൻ വേകുന്നതിന് വേണ്ടി ബിരിയാണി പോട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ പകുതി വേകുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വീതം ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. തിളയ്ക്കുന്നത് വരെ അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം 10 മിനിറ്റ് കുതിർത്ത ജീരകശാല അരി അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ശുദ്ധമായ നെയ്യ് അതിലേക്ക് ഒഴിക്കുക.
വെള്ളം വറ്റിയതിനു ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. വെള്ളം വറ്റിയതിനു ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള അതിൻ്റെ മുകളിലേക്ക് ഇടുക. അടച്ചു വെച്ച് ദം ചെയ്യുക. ഞാൻ ഇവിടെ ദം ഒരു പാത്രത്തിൽ തിളപ്പിച്ച വെള്ളമാണ് വെക്കുന്നത്. മിനിറ്റ് ദം ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ പാലക്കാട് സ്റ്റൈൽ റാവുത്തർ ബിരിയാണി റെഡി. അപ്പോൾ ബിരിയാണി റെഡിയായി. പാലക്കാട് സ്റ്റൈൽ റാവുത്തർ ബിരിയാണി കഴിക്കുന്ന എല്ലാവരും റെഡിയാണല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.